ഓക്കെ അപ്പൊ പിന്നെ നമുക്ക് കുട്ടിക്ക് എന്തോ അണ്ണനോട് അണ്ണനെ വിളിക്കണ്ടായിരുന്നു. എടാ ലക്സി എവിടെ? മതിലടി പോയാ ചേട്ടൻ കൂടെ ലക്സി ഇങ്ങനെയാണ് അണ്ണ വിളിക്കുന്നത്. അവന്റെ പേരിലൊരു അവന്റെ അവന്റെ പേരിലൊരു അവന്റെ പേരിലൊരു കണ്ണ് വേണം. നിങ്ങൾ അങ്ങനെ പീഡത്തില് കൂടുതലാ അവന്. നമ്മളിതെങ്ങനെയാണ് ഒളിഞ്ഞു നോക്കി? എനിക്ക് തന്നെ നാണോ ഈ 15 ബെഡ്റൂം ഉണ്ട്. മനസ്സിലായോ? പാത്ത് നോക്ക് 15 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ 9 പീടി ഉണ്ട്. കണ്ണന്റെ ബെഡ്റൂം ഇവിടൊക്കെ വിളിച്ച് കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ ആ കുട്ടി പറയൂ എന്തോ പറയണ്ടെന്ന്. നിങ്ങളുടെ പേര് റായ് എന്നല്ലേ? ആ റായ അപ്പൊ ഇവരെന്താ രായണ്ണാന്ന് വിളിക്കുന്നേ? അത് എനിക്ക് ഇന്നൊരു വേറൊരു പേര് കൂടി ഉണ്ട്, അതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത്. രായൻ എന്നാണ് എന്റെ പേര്, ബെല്ലാരി രായൻ. ഓ ശരിക്കും പേരെന്താ? ശരിക്കും പേര് ഇവിടത്തെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റായ് എന്നാണ്. അപ്പൊ ഷോർട്ടാക്കി. പക്ഷെ നാട്ടുകാരും അറിയുന്നവരൊക്കെ വിളിക്കണത് രായണ്ണൻ, ബെല്ലാരി രായൻ. അത് നാട്ടുകാര് വിളിക്കണം. ബെല്ലാരി എന്ന് കേട്ടിട്ടുണ്ടോ കുട്ടി? കേട്ടിട്ടുണ്ട്. കച്ചവടം അതന്നെ. പോത്ത് കച്ചവടമായിരുന്നു പണ്ട്. ഇപ്പൊ ഗൺ ബിസിനസ്, ഇപ്പൊ ബിസ്ക്കറ്റ് കച്ചവടം. റായ് എന്നായില്ലേ? ലീഗലായിട്ട് നമുക്ക് ഗൺ ബിസിനസ് ആണ്. നമുക്ക് പല പേരുകളുണ്ട്, പല സ്ഥലത്ത് പല പേരുകളെന്ന് പറയുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായോ? ഓ അങ്ങനെ. ഓ തന്നെ ജോഷുവാക്കുണ്ടോ? കുട്ടിക്ക് ജോഷു അണ്ണൻ വിളിച്ചോ? വേണ്ട. കുട്ടിക്ക് സ്നേഹം അല്ല, സ്നേഹമുള്ളവര് വേറൊരു പേര് വിളിക്കും. വിളിക്കുക തൃശ്ശൂര് ഗഡിന്ന് വിളിക്കും. അതാ വെടി ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെയും വിളിക്കും. ഗഡിന്നൊക്കെ വിളിക്കും. തൃശ്ശൂര് ഗഡി. ഇപ്പൊ എല്ലാരും രായന കൂടി. ഈ പയ്യനെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് ഹോമോ. കുട്ടി ഞാൻ നോവ ഈ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിന്റെ അച്ഛൻ. ഫുൾ നെയിം നോവ. ഇതൊന്നും അറിയാണ്ട് ഇറങ്ങി പോന്ന വീട്ടിൽ നിന്ന്. എന്നോട് ഫ്ലെക്സി എന്ന് മാത്രമേ പറഞ്ഞു. എന്താണ് ഫ്ലെക്സി? ഒരു ജീവിതമൊക്കെ തുടങ്ങുമ്പോ എല്ലാം പറയണ്ടേ? എന്ത് ഓഫീസ് റൂം സെറ്റ് അല്ലേ? ഇവിടെ നമ്മളെ ഗ്യാങ് ലിസ്റ്റ് കാണാൻ പറ്റും. ആരൊക്കെ ഉണ്ട്? ലീഡേഴ്സ് വരുന്നതാണ്. ഗുലാൻ കേറിയിട്ടില്ല. ഗുലാൻ കേറുമ്പോ കോലീഡറിലോട്ട് വരും. മര്യാദക്ക് നോക്കണ കണ്ടിട്ടില്ല. തോമസാ? ഹോമൊക്കെ പണ്ട് ഈ സ്കാഫ് സാമിയായിരുന്നു കണ്ട പേര്. ഹോമമാണ് മെയിൻ, മനസ്സിലായോ? പിന്നെ ഒരു ഫ്രീക്കനാവാൻ വേണ്ടി സാപ്പ് അങ്ങ് ഇട്ടുകൂടാ. കണ്ണാടൊക്കെ വെച്ച് പൂത്തിരിയൊക്കെ ആക്കി മുടി. നമ്മളെപ്പോഴും പിന്നാലെ വേണം. കുട്ടി ഈ ഫോട്ടോ കണ്ട? ഇതാരാ കരയുന്നേ? അത് ഇത് ഫ്ലക്സി പണ്ട് ചെറുപ്പത്തില് കരയുമ്പോ രായണ്ണനെ ആശ്വസിപ്പിക്കണതാ, മനസ്സിലായോ? ഓ രായണ്ണ പണ്ടത്തെ പൂർവികന് രായണ്ണ. കൊച്ചിലെ ഫ്ലക്സി വരച്ച പടമാണ് വെച്ചത്. ഇവിടെ വേറൊരു പടം കണ്ട കുട്ടി? ഞാൻ പരിചയപ്പെട്ട് കൊടുത്തായിരുന്നു. ഇതാണ് നമ്മുടെ കുടുംബം. ഇതാണ് നമ്മുടെ അണ്ണൻ. വന്നിട്ടില്ല. മറ്റേ പുള്ളിയുടെ അണ്ണ ഷേവ് ചെയ്ത് അല്ല സരക്കണ്ണൻ ബിസ്ക്കറ്റ് കച്ചവടത്തിനായിട്ട് UAE പോയി. ഈ ലുക്ക് കണ്ടോ? ഈ പയ്യൻ കണ്ടവിടെ അതാണ് ഞാൻ. ഇപ്പൊ പൂക്കിയായി.
ഇപ്പൊ ഷേവ് ഒക്കെ ചെയ്ത് വൃത്തിയായതാ. കുറച്ച് അത് ഹോമസപ്പത്തിന്റെ ഹോമത്തിലാണ്. ഈ പുള്ളിയാണോ ഹോമം ചെയ്യുന്നേ? ആ ഇവിടെ ഹോമം ആരും ചെയ്യത്തൊന്നുമില്ല. ഇവിടെ എല്ലാരും ഇപ്പൊ അതൊക്കെയാ. ഓക്കെ. തോമ സാർ എന്ത് പറഞ്ഞോടങ്ങണേ. തൂക്കണ്ട പേടിയാവും. ആ ഇപ്പൊ കേറുന്നത് ഒരു വൺ ഓഫ് ലൈക്ക് നമ്മുടെ അയ്യോ അണ്ണാ അണ്ണ വെജിന് വഴിക്ക് ഇതെന്റെ പുറത്തുനിന്ന് ബെഡ്റൂമാണ്, ഇതെന്റെ ബെഡ്റൂമാണ്. കുട്ടി പുറത്തുനിന്ന് വന്നപ്പോഴേ കുട്ടി പുറത്തുനിന്ന് വന്നപ്പോലെ ബോഡി ഗാർഡിനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇല്ല. അതെ പുറത്ത് വാതിലിന് പുറത്തൊരു സാധനം നിൽക്കുന്നത്. അതാരടാ ഇത് കൊണ്ടുവന്നേണോ? ഇതെന്താ ഇത് കുട്ടിയുടെ കൂടെ വന്നതാ ഇയാള്? ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് കുതിരത്തലേനോ? ഇത് എന്ത് സംഭവം? ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഉക്കരൊക്കെ നിൽക്കണം. കുതിരയുടെ വാല് വെച്ച് തലയിലെടുത്ത് ഒട്ടിച്ച് വെച്ചാണ്. അതാണ്, അത് മനസ്സിലായില്ല. അത് തിരികൊളുത്തി കത്തിക്കാൻ നമ്മളെ ഇത് നമ്മളെ കൂട്ടത്തിൽ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ. നിലവിളക്ക് നമ്മളെ നിലവിളക്ക. നിലവിളക്കാണ്. മെയിൻ പയ്യൻ Yes, yes. നമ്മള് വാറിനൊക്കെ പോകുമ്പോ ഇവന്റെ മുടിയിൽ ഇങ്ങനെ കത്തിച്ചു വിട്ടു കൊടുക്കും. എന്നിട്ട് ഈ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വെക്കത്തില്ലേ മുന്നില്? അങ്ങനെ. അപ്പൊ അവ തലയിട്ട് ഇങ്ങനെ കറക്കും. മനസ്സിലായി? വേണമെങ്കിൽ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോ ഒന്ന് കത്തിച്ചു നോക്കി. വേണ്ട. ഇത് കുട്ടി, ഇത് വൺ ഓഫ് ദി നമ്മുടെ ഗുലാന്റെ ബെഡ്റൂമാണ്. ഇതാരാ? ഇതാണ് നമ്മളെ ഗുലാൻ അനിയനായിട്ട് വരും. ഓ, നിങ്ങക്ക് എത്ര അനിയന്മാരുണ്ട്? ഇത് അവിടെ ഇരിക്കുന്ന എല്ലാ അനിയന്മാരും. നമ്മളെല്ലാരും ആണ്. ഞങ്ങളുടെ ചേട്ടൻ. ഓക്കെ. Yes, yes. വലിയ ഫാമിലി ആണല്ലേ? Yeah, ഓ yeah. Yes, yes, നമ്മളൊരു yes. 35 പേരോളം ഉണ്ട്. ശ്ശോ. കുറച്ചേരെ ഇവിടെ ഉള്ളു, ബാക്കിയുള്ളവരൊക്കെ അവിടെ കണക്കുണ്ട്. ആ ഇത് ഒരു കാണാലേ ഇപ്പൊ ഫ്ലെക്സിയുടെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവില്ലേ? ഫ്ലെക്സിലൂടെ എപ്പോഴാണെങ്കിലും ഇങ്ങോട്ട് വരാം. എടുത്ത് ചാടിക്കും. ഞാൻ അടുത്ത ഔട്ട് ഹൗസ് കാണിച്ചു തരാം. ഒരു ആ, ഓക്കെ. അത് മൂഞ്ചി കേട്ടോ. ഞാൻ മാത്രം എനിക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടാ. അത് ബോയ്സ് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ബോയ്സ് ഒക്കെ മണ്ട ചവിട്ടി വിടുന്നു ജോഷ വിടുന്നു. ആ ഇവിടെ വേറൊരാളെ ചോര പൊട്ടിയില്ല. ഇതാണ് നമ്മുടെ ഔട്ട് ഹൗസ്. Yes. വാ നീ എന്റെ അണ്ണന്മാരെ കാണിച്ചു തരാം. വാ. ആണോ? ആ എന്റെ അണ്ണനാണ് ചോദിക്കുന്നത്. രണ്ട് അണ്ണന്മാരാണ്. ഇനി ഒരാളെ കൂടെ ഉണ്ട്. ആളെ ഫോട്ടോ ഇവിടെ വരും. വലിയ ഫോട്ടോ ആണ്. ഇത് വാസണ്ണൻ, അത് സറക്ക് അണ്ണൻ, പിന്നെ ബാബു, ചന്ദ്രൻ, ഞാൻ. ഓക്കെ ഓക്കെ. ഇതില് ആ ഇതില് നിങ്ങളേതാ? ഏഴ് തലാന്നൊക്കെ കേട്ടിട്ടില്ലേ? റെഡ് ഞാൻ പറഞ്ഞില്ലേ കുട്ടി, ഞാൻ കൊറേ സ്ഥലത്തുണ്ട്. മനസ്സിലായി? അതാ പല സ്ഥലത്ത് പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. ആ സമയത്തുള്ള പേര് എന്ന് പറഞ്ഞാൽ TV രായനാണ്. ഓ ഓ. ഞാൻ പറഞ്ഞില്ലേ പല പേര്. അവിടുന്ന് കാലക്രമേണ ഇങ്ങനെ മാറി മാറി ഇപ്പൊ റായിഡയോസ് ആയി. അങ്ങനെയാണ്. നമ്മൾ എനിക്ക് പല പേരുകളുണ്ട്, പല ബിസിനസ്സുകളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ മാറി. ഓക്കെ ഓക്കെ. അത് ചന്ദ്രൻ, അത് ബാബു, സർക്കണുണ്ട് ഇവിടെ. ഇവരൊക്കെ എവിടെയാ? ഇവര് ഉണ്ട് ഇവിടെ അല്ല, അപ്പുറത്താണെന്നേ ഉള്ളു. വേറൊരു സിറ്റിയിലാണ് അവര്, വേറൊരു ഇതിലാണ്. മനസ്സിലായോ? പക്ഷെ അവിടെ ഭരിക്കുവാണ് അവര്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഇവിടെ ഭരിക്കുന്നു, അവരവിടെ ഭരിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബിസ്ക്കറ്റ് കച്ചവടം അവര് നോക്കുന്നു. നമ്മളിവിടെ ചെറിയൊരു ബിസിനസ് ആയിട്ട് വന്നതാണ്. മനസ്സിലായി? ആ രണ്ടുപേര് അപ്പുറത്ത്. അവിടെ അവർക്ക് ഫാക്ടറി ഒക്കെ ഉണ്ടല്ലോ. അവിടെ അണ്ടി ഫാക്ടറി ഒക്കെ ഉണ്ട്. നമ്മളിടയ്ക്ക് അങ്ങോട്ട് പോകും. അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ അങ്ങോട്ട് പോകും. ഇപ്പൊ അണ്ണ അങ്ങോട്ട് പോയിരിക്കുവാണ്. സർക്കണ്ണ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അണ്ണൻ പോയിരിക്കണം. ഞാൻ മാത്രമേ ഉള്ളൂ പിള്ളേരെ നോക്കാനേ. വരും. അത് കോപ്പി എടുത്തതാ. കോപ്പി ഭാവിയില് കുട്ടിയുടെ പടം വരച്ച് തരും, മേടിക്കണ്ട. കുട്ടി ഇവിടെ ഇതാണ് നമ്മടെ അടുക്കള.
സിമ്പിൾ എടുക്കണം മനസ്സിലായോ? സിമ്പിൾ എടുക്കള 35 പേർക്ക് ഇവിടുന്നാണ് ഉണ്ടാക്കി കൊടുക്കണത്. കുട്ടിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? എന്താ കരിയായിട്ടാണോ കൊണ്ടുവരാൻ പോളെ? കത്തിയെടുത്ത് തുടങ്ങിക്കോ. അതാ തുടങ്ങിക്കോ, ഐശ്വര്യായിട്ട് 2 കൈ വെച്ച് തുടങ്ങിക്കോ. എനിക്ക് കഴിക്കാൻ അറിയത്തുള്ളൂ. മേളിൽ ചെയ്യുന്ന സാധനം കണ്ടോ? അത് അതിൽ തൊടല്ലേ കേട്ടാ. ആ മേളിൽ ചെയ്യുന്ന സാധനത്തിൽ തൊടല്ലേ. ആകെ ഒരു പ്രതീക്ഷ പക്ഷേ അപ്പൊ വീണ്ടും സ്വിഗ്ഗി തന്നെ ഈ സമയത്ത് കഴിച്ചു കോടയില് തീരാനായി. ആ ഇത് നമ്മളെ പിള്ളേരെ 2 പേര് 3 പേര് വെച്ച് കിടക്കുന്ന ബെഡ്റൂമാണ് കേട്ടോ. കുട്ടി വന്നില്ല ഇങ്ങോട്ട് വാ. ഇവരൊക്കെ ഇവിടെ കഥയും പറയുന്നുണ്ട്. ഇതൊക്കെ അറിയാം. ഇവിടെ ഇത് നമ്മളെ 3 പേരെ ബെഡ്റൂമാണ്. ഫ്ലെക്സി ഇവിടെയാണ് കിടക്കാറ്. ഇനി തൊട്ട് അതെ, ഫ്ലെക്സി ഇനിയിപ്പോ അവിടുന്ന് 2 പേരെ നമുക്ക് പുറത്താക്കാം. മാറ്റേണ്ടി വരും. ഇപ്പൊ എന്ത് ചെയ്യാം? അല്ലല്ല എന്തിന്? വേണ്ട ഇപ്പൊ ഇല്ല ഇനിയിപ്പോ കുട്ടി വരുമ്പോ ഞാൻ ഇല്ല അങ്ങനല്ല, അതായത് നമ്മുടെ ഗസ്റ്റ് റൂം ആയിട്ടും കൊടുക്കാറുണ്ട് മനസ്സിലായോ? കുട്ടി ആ 3 പേരും പോണ്ടേ പോ. അല്ല അതെ അതെ അതെ. കുഴപ്പമില്ല. വരൂ. ഹലോ ഇത് കുതിക്കുന്ന കട്ടില്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പച്ചമുടിയുടെ കാര്യം, ട്രിക്കി ഒരു ഗോഡ്. അതെ ഗോഡിന്റെ എന്റെയും കട്ടിലാണത്. കപ്പിൾ ഇത് ഇങ്ങനെ തുടുക്ക ചാടാൻ പറ്റൂല്ലേ? ഇവര് കപ്പിൾസ് ആണോ? അല്ലല്ല കപ്പിൾസ് അല്ല. അയ്യോ സോറി. ട്രക്കീരെ കുട്ടിക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ആയിരുന്നു. പക്ഷെ ആ കൊച്ചു വേറെ അല്ലല്ല ട്രിക്കിയുടെ കുട്ടിക്കല്ല, അത് ലിപ്സ്റ്റിക്ക് കളിക്കാൻ വാങ്ങിച്ചതാ. ആണല്ലേ? അവന്റെ കൊച്ചിന് മേടിച്ച സാധനം എവിടെ? അല്ല അതിപ്പോ വേറെ ആരുടെയോ കൊച്ചപ്പെടുത്ത് കളിക്കുന്നത്. ഓക്കെ കൂട്ടി അപ്പുറത്തോട്ടെ. നമുക്ക് സേഡന്റെ റൂമാണ്. ഇതാണ് സേഡന്റെ റൂം. വന്ന് കുളിക്കാറുള്ള റൂമായിരിക്കും. പുള്ളിക്ക് ഇതാണ് കംഫർട്ടബിൾ സൈഡന്. കംഫോർട്ടെന്ന് ജോഷുവേ, ഞാൻ പോലും കാണാത്ത എന്റെ റൂം ഞാൻ പറയുന്നില്ല. സർപ്രൈസ്. ആദ്യം കുറച്ച് പേര് ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ വെളിയിലാണ്. അപ്പൊ ഇനി പറയത്തില്ലടാ. ചെറുതായിട്ടൊന്നും കുട്ടി അനപ്പ് ഇത് അല്ല കുട്ടി അത് നമ്മൾ പണിയാൻ വേണ്ടി വെച്ചതാണ്. അത് വലിയ ടോയ്ലറ്റ് വേണ്ടല്ലോ നമുക്ക്. ശരിയാ. പറയൂ. എന്നിട്ട് പുള്ളി ഇപ്പൊ എവിടെയാണ്? കൊള്ളാം. നല്ലതാ കുട്ടി, നല്ലതാ. അയ്യോ ഫ്ലെക്സ് തോർത്തി കൊടുക്ക്, പനി പിടിക്കും. തോർത്തി കൊടുക്ക്, പനി പിടിക്കും, മുടി തന്നെയോ. കറക്റ്റ്. ഇതെന്താ ടാപ്പാണോ? തിരിച്ച് കളിക്കടാ. വാ. എന്താ അടിയാന്നൊക്കെ പറയണ്. പീഡിയായിട്ട് എനിക്ക് വൈകിയ മടുത്തില്ല. പീഡി അടിച്ചടിച്ച് എന്താ പീഡിയായിട്ട് അടിയാ? സംഭവം